2026 ജാനുവരി 3 സമയം അതിരാവിലെ 2 മണി. US മിലിറ്ററിയുടെ ഡെൽറ്റ ഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറന്ന് വെനസ്വേലയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. US മിലിറ്ററിയുടെ ആദ്യ സ്റ്റെപ്പ് നോർത്തേൺ വെനസ്വേലയിലെ എയർബേസുകൾ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതേസമയം തന്നെ അവർ വെനസ്വേലയിലെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇലക്ട്രിസിറ്റിയും വിച്ഛേദിച്ചു. അടുത്ത സ്റ്റെപ്പായി കറാക്കസിലെ മഡൂറയും ഭാര്യയും താമസിക്കുന്ന വസതിക്ക് മുകളിലായി ഡെൽറ്റ ഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ എത്തിച്ചേർന്നിരുന്നു. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഇരുട്ടിൽ ആണ്ടുകിടക്കുന്ന വെനസ്വേലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ US-ന്റെ ആംഡ് ഫോഴ്സ് ബിൽഡിങ്ങിനുള്ളിലേക്ക് ഇരച്ചു കയറി. മാസങ്ങൾക്ക് മുന്നേ തന്നെ US-ന്റെ CIA ഏജന്റുമാർ വെനസ്വേലയിലെത്തി മഡൂറയുടെ ബിൽഡിങ്ങും ഡെയിലി റുട്ടീനും ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. ബിൽഡിങ്ങിനുള്ളിൽ കയറിയ US ഡെൽറ്റ ഫോഴ്സ് 3-ാം നിലയിലുള്ള മഡൂറയുടെ ബെഡ്റൂമിന് മുന്നിലെത്തി. അവിടെയുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് പ്രതികരിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ അവരെയൊക്കെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രസിഡന്റിന്റെ റൂമിനുള്ളിലേക്ക് കയറി അദ്ദേഹത്തെയും ഭാര്യയും അവിടുന്ന് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. മഡൂറയും ഭാര്യയുമായി പറന്നു പൊങ്ങിയ ഹെലികോപ്റ്റർ വെനസ്വേലയിൽ നിന്ന് വെറും 17 മൈൽ മാത്രം മാറി കരീബിയൻ കടലിൽ നങ്കൂരമിട്ടിരുന്ന US-ന്റെ വലിയ യുദ്ധക്കപ്പലിലേക്ക് ലാൻഡ് ചെയ്തു. അവിടുന്ന് പിന്നെ രണ്ടുപേരെയും US-ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്.